രചന ഗംഗോത്രി. ഭാഗം 68. ഗംഗ അത്ഭുതത്തോടെ പിന്നിലേക്ക് ചെവിയോർത്തു. അവളുടെ കണ്ണുകൾ വിടർന്നു വന്നു. വിഷ്ണുവിന് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല. അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് അവൻ ആ ശബ്ദം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്ന് മനസ്സിലായി. ഗായത്രിയും ജിബ്രാനും അവനെ കണ്ടതിൻ്റെ അമ്പരപ്പിലാണ്. ജിബ്രാൻ വേഗം അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഗൺ വലിച്ചൂരി ഗംഗയുടെ അരികിലേക്ക് ചെന്നു. ഗായത്രി അവളുടെ കയ്യിലുണ്ടായിരുന്ന തൂക്കം പിടിച്ചുകൊണ്ട് വിഷ്ണുവിൻ്റെ അരികിലേക്കും വന്നു. അപ്പോഴാണ് മുൻവശത്തെ വാതിലിലൂടെ 2-3 പോലീസുകാർ അകത്തേക്ക് കയറി വന്നത്. ജിബ്രാൻ്റെ കൈകൾ അല്പം വിറയ്ക്കുന്നുണ്ടായിരുന്നു. കാർത്തി പെട്ടെന്ന് അവൻ്റെ കാലിൽ ഷൂട്ട് ചെയ്തു. പെട്ടെന്ന് തൂക്കമായി അവൻ താഴേക്ക് വീണു. ഗായത്രിയുടെ ശരീരത്തിലൂടെ വിയർപ്പ് തുള്ളികൾ ഒലിച്ചിറങ്ങി. പോലീസുകാരെ കണ്ടപ്പോൾ തന്നെ അവൾ ഭയത്തിരുന്നു. പിന്നെ ധൈര്യം സംഭരിച്ച് വിഷ്ണുവിൻ്റെ നേരെ ഗൺ ചൂണ്ടിയിരിക്കുകയാണ്. ആ വിറയലിൻ്റെ ഇടയിലും അവൾ ട്രിഗറിൽ വിരലമർത്തി. ഞൊടിയിടയിൽ കാർത്തി പിന്നിൽ നിന്ന് അവളെ പിടിച്ച് അവളുടെ കൈകൾ മുകളിലേക്ക് ഉയർത്തി. അതുകൊണ്ട് തന്നെ വെടിയുണ്ട പാഞ്ഞത് മുകളിലേക്കാണ്. കാർത്തി വിദഗ്ധമായി അവളുടെ കയ്യിൽ നിന്ന് ഗൺ പിടിച്ചു വാങ്ങി. അപ്പോഴേക്കും 2 പോലീസുകാർ ചേർന്ന് ജിബ്രാനെ പിടിച്ചുകൊണ്ടുപോയി. ഇത് നിനക്കും നിന്റെ ഭർത്താവിനും വേണ്ടിയുള്ള ട്രാപ്പായിരുന്നു ഗായത്രി. അതിൽ നിങ്ങൾ തന്നെ വന്നു വീണു. എൻ്റെ ഭാര്യയും കൂട്ടുകാരനും അതിലെ അഭിനേതാക്കൾ മാത്രമാണ്. ഞാൻ എങ്ങോട്ട് പോയെന്ന് നിങ്ങൾ വിചാരിച്ചു. എൻ്റെ പാതിയെ ഇവിടെ തനിച്ചാക്കി ഞാൻ പോകുമെന്ന് നീയും നിൻ്റെ ഭർത്താവും വിചാരിച്ചത് ആദ്യത്തെ തെറ്റ്. ഈ ഗംഗോത്രിയിലേക്ക് കയറാൻ ശ്രമിച്ചത് 2ാമത്തെ തെറ്റ്. എൻ്റെ ഭാര്യയെ അടിച്ചത് 3ാമത്തെ തെറ്റ്. അപ്പോഴേക്കും ഒരു വനിതാ പോലീസുകാരി വന്ന് ഗായത്രിയെ പിടിച്ചുകൊണ്ടുപോയി. കാർത്തി വേഗം ഗംഗയുടെ കെട്ടഴിച്ചു. പോലീസുകാർ വിഷ്ണുവിൻ്റെയും. അവളുടെ കൈകൾ വേദനിക്കുന്നുണ്ടായിരുന്നു. ഗംഗ ഒരു കുസൃതിയോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ദുഷ്ടാ, നീ എന്നെ പറ്റിച്ചു അല്ലേ? നീ പോയില്ല. സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവൾ അവൻ്റെ നെഞ്ചിൽ അടിച്ചു. പിന്നെ അവൻ്റെ നെഞ്ചിലേക്ക് വീണ് അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. ഇവിടെ ഉണ്ടായിരുന്നവരുടെ കാര്യമൊക്കെ അവൾ മറന്നു പോയിരുന്നു. വിഷ്ണു അവനെ നോക്കി കണ്ണുകൾ അടച്ചു കാണിച്ചു. പോലീസുകാർ പുറത്തേക്ക് പോയി. എന്തായാലും നിന്റെ പ്ലാനെല്ലാം സക്സസ് ആയി. അപ്പോഴാണ് ഗംഗ അവൻ്റെ നെഞ്ചിൽ നിന്ന് അടർന്നു മാറിയത്. അപ്പോൾ 2 പേരും ഒത്തുണ്ടായിരുന്നു അല്ലേ? ഗംഗ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. അവളെ ഒരു കോമാളിയാക്കിയതുപോലെ അവൾക്ക് തോന്നി. വിഷ്ണുവും കാർത്തിയും പരസ്പരം നോക്കി ചിരിച്ചു. എൻ്റെ ഗംഗമോളെ, അതൊക്കെ ഞാൻ വിശദമായി പറഞ്ഞു തരാം. വിഷ്ണു ആകെ ക്ഷീണിച്ചിരിക്കുക. അവൻ കുറച്ചു നേരം വിശ്രമിക്കട്ടെ, കാർത്തി പറഞ്ഞു. അപ്പോഴേക്കും രാഘവനും അങ്ങോട്ട് വന്നു. അച്ഛനും ഇതൊക്കെ അറിയാമായിരുന്നോ? ഗംഗ ചോദിച്ചു. പിന്നല്ലാതെ, എൻ്റെ മോളെ തനിച്ചാക്കി ഞങ്ങളെല്ലാവരും മാറി നിൽക്കുമെന്ന് വിചാരിച്ചോ? ഞാനും കാർത്തിയും രാവിലെ ഇങ്ങോട്ട് വന്നു. അപ്പോഴേക്കും പുറത്ത് അവരുടെ ആളുകൾ നമ്മുടെ സെക്യൂരിറ്റികളുടെ വസ്ത്രം ധരിച്ച് മുറ്റത്തുകൂടി നടപ്പുണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ആളുകളല്ല എന്ന്. പിന്നെ ഞങ്ങൾ 2 പേരും ചേർന്ന് അവരെ കീഴ്പ്പെടുത്തി. അവരുടെ ആളുകൾ പുറകിലൊക്കെ ഉണ്ടായിരുന്നു. അകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് വിഷ്ണുവിൻ്റെ ദേഹത്തുണ്ടായിരുന്ന രഹസ്യ ക്യാമറയിലൂടെ കാണാമായിരുന്നു. അവരുടെ നീക്കം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ കാത്തു നിന്നതാ. പിന്നെ ആ വൈഗ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. തന്നെയുമല്ല, ഇവിടെയെല്ലാം അവർ എന്തോ സ്പ്രേ അടിച്ചിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ട് വരാൻ സാധിക്കാതിരുന്നത്. അപ്പോൾ അപ്പയും അച്ഛമ്മയും? ഗംഗ ചോദിച്ചു. അവർ അങ്ങോട്ട് പോയി. ഇതിനിടയിൽ അവരെ ഇവിടെ നിർത്തുന്നത് സേഫല്ല. അതെനിക്കും അറിയാമായിരുന്നു. എന്നാലും ഒരു പോലീസ് ഓഫീസറായി എന്നെ ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചത് കുറച്ച് കടന്നു പോയില്ല എൻ്റെ ഗംഗുട്ടി. പക്ഷേ നിൻ്റെ ആത്മവിശ്വാസം ഞാൻ സമ്മതിച്ചു. ശത്രുക്കളുടെ മുമ്പിൽ ഒട്ടും പതരാതെ എനിക്ക് നിന്നെക്കുറിച്ച് ഓർത്ത് അഭിമാനമുണ്ട് മോളെ. നമ്മുടെ ആളുകളും ഇവിടെയെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കർത്തമ്മയും ജാവേദും നമ്മുടെ കസ്റ്റഡിയിലല്ലേ? രാവിലെ ഒരു 8 മണിയായിട്ടും ഞാൻ അവരെ വിളിച്ചില്ലെങ്കിൽ അവരെ ബന്ധിച്ചിങ്ങോട്ട് കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോഴേക്കും കറുത്ത ഗൗൺ ധരിച്ച ഒരാൾ കൂടി മുകളിൽ നിന്ന് സ്റ്റെപ്പിലൂടെ താഴേക്ക് വന്നു. മുഖത്ത് കറുത്ത മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നു. തലയിൽ കറുത്ത തൊപ്പിയും. സ്റ്റെപ്പിലൂടെയുള്ള അയാളുടെ വരവ് കാണുമ്പോൾ തന്നെ അയാൾ ഒരു അഭ്യാസിയാണെന്ന് മനസ്സിലാകും. ഇപ്പോഴാണോ താൻ വരുന്നത്? ഗംഗ ചോദിച്ചു. അവനൊരു വിളറിയ ചിരിയോടെ ഗംഗയെ നോക്കി. അത് മാഡം, ഞാൻ വന്നപ്പോൾ പുറത്ത് പോലീസൊക്കെ ഉണ്ട്. അപ്പോഴേ എനിക്ക് മനസ്സിലായി മാഡം സേഫാണെന്ന്. അതുകൊണ്ട് ഞാൻ മുകളിലേക്ക് കയറാൻ വന്നപ്പോൾ എനിക്ക് മുമ്പേ മറ്റൊരാൾ കയറി വരുന്നത് കണ്ടു. അദ്ദേഹത്തെ പിന്തുടർന്ന് വന്നപ്പോഴാണ് അത് സാറായിരുന്നു എന്ന് മനസ്സിലായത്. സാർ ഇവിടെ ഉള്ളപ്പോൾ എൻ്റെ ആവശ്യമില്ലല്ലോ.
അവൻ കാർത്തിയെ നോക്കി പറഞ്ഞു. അത് കാർത്തിക്ക് അങ്ങ് ബോധിച്ചു. എന്നാലും പുറമെ ഗൗരവം ഭാവിച്ചുകൊണ്ട് കാർത്തി ചോദിച്ചു, നീ ആരാ? ഞാൻ ഗംഗാ മാഡത്തിൻ്റെ ബോഡി ഗാർഡാ. ഞാൻ ഇവിടെ തന്നെ നിൽക്കാമെന്ന് പറഞ്ഞതാ. പക്ഷെ മാഡം സമ്മതിച്ചില്ല. സാറിനറിയാലോ, മാഡത്തിനെ ദഹിപ്പിച്ചുള്ള ഒരു നോട്ടമുണ്ട്. അത് കണ്ടാൽ കൂടുതലൊന്നും ചോദിക്കാൻ തോന്നില്ല. എന്നിട്ട് ഞാൻ പോയില്ല. അപ്പുറത്തെ വീട്ടിലെ പറമ്പിലിരിക്കുകയായിരുന്നു. പക്ഷെ രാത്രിയായപ്പോൾ അവരുടെ ആ പട്ടി എന്നെ ആ പറമ്പിലൂടെ മുഴുവൻ ഓടിച്ചു. എത്ര പറമ്പുകൾ ചാടി ഓടിയെന്നറിയാമോ? ഇരുന്ന പറമ്പിലും പട്ടി, ചാടിയ പറമ്പിലും പട്ടി. അതിൻ്റെയൊക്കെ പൊക്കവും സൈസും കണ്ടാൽ ഒരു മനുഷ്യരുടെ അത്രയുണ്ട്. ഒരു തരത്തിലാ രാവിലെ ഇവിടെ വന്നത്, അവൻ പറഞ്ഞു. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. എന്താ നിന്റെ പേര്? മാർത്താണ്ഡൻ. ഇത്തവണ ഞെട്ടിയത് കാർത്തിയും വിഷ്ണുവുമായിരുന്നു. തുടരും.